വെൽക്കം ടു ഫുഡി ഇൻഷി. ഞാനിവിടെ കുറച്ച് സ്വീറ്റ് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്വീറ്റ് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഇലയില്ല, അത് ഞാൻ കളയുന്നില്ല. നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതേ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ. പിന്നെ തേങ്ങ, അതുപോലെ തന്നെ 2-3 ചെറിയ ഉള്ളി കേട്ടോ. ഇത് 1 മുറി തേങ്ങ ഉണ്ട് കേട്ടോ. കുറച്ച് ശർക്കര. ഇത് നമുക്ക് ഇതിൽ നിന്ന് അടക്കിയെടുക്കാം. അപ്പോൾ അരച്ച തേങ്ങ ഇവിടെ കൊടുത്തിട്ട് ഇതാ, അതൊരു 1.5 കപ്പ് വെള്ളമുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അരച്ച കോണ്, അത് ഒരു കോൺ അരച്ചെടുത്തപ്പോൾ 3/4 കപ്പ് കിട്ടിയിട്ടുണ്ട്. ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളമാണ്. എന്നിട്ട് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് ഇളക്കി ചേർന്ന് ചേർന്നു. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ പത്തിരിക്ക് വയ്ക്കുന്ന പോലെ കുഴയ്ക്കൊന്നും വേണം, ഒന്ന് ഒതുങ്ങി വന്നാൽ മതി കേട്ടോ. നല്ല പൊടിയൊക്കെ പാടെ ഒന്ന് നന്നായി ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് ഒതുക്കിയെടുക്കുന്നത്. ഇതേപോലെ ഒതുക്കിയെടുക്കുക. നമുക്കിത് പരത്തിയെടുക്കാം. ഞാൻ അതിൻ്റെ ഇല തന്നെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴൻ്റെ ഇല ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. ഇതാ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഇത്തിരി വെള്ളം തൊട്ടാൽ മതി കൈക്ക്. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുത്തിട്ട് ഒന്നിങ്ങ് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു അട പോലെ ഉണ്ടാവും. ഉണ്ടോ? ഇതേപോലെ നമ്മൾ പുഴുങ്ങിയെടുക്കണമല്ലേ, നല്ല കറക്റ്റായിട്ടാണ്. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇല ഇങ്ങനെ കണ്ടപ്പോൾ ഇതിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. ഈ മഞ്ഞളുടെ ഇലയില്ലേ, അതിലൊക്കെ ഉണ്ടാക്കാം. ഞാനൊരിക്കൽ മഞ്ഞളുടെ ഇലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ മഞ്ഞളുടെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങ് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. വേണമെങ്കിൽ മടക്കിയാൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പരത്തിച്ചെടുത്തിട്ട് ചുട്ടെടുക്കാം, പുഴുങ്ങിയെടുക്കാം. എന്താ ഇതുപോലെ എന്താ ഇതേപോലെ കൈ ഇത്തിരി വെള്ളം നനയ്ക്കുന്നത് നല്ലതാണ്. കൈമേലൊട്ടാണ്ട്. പിന്നെ ഇത് വാട്ടിയൊക്കെ എടുത്തുകൊണ്ട് കൈമേൽ ഒട്ടണ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഒട്ടിപ്പോകുന്നില്ല കൈമേലൊന്നും. ഇത് കണ്ടോ, 2 കൈയിലേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക, ഒട്ടൊന്നുമില്ല. ഇത്
ഇങ്ങനെ ഇതൊക്കെ ഇപ്പോൾ നല്ല സീസണായതുകൊണ്ട് നമുക്കിതെല്ലാം വാങ്ങാൻ കിട്ടും. സീസണാകുമ്പോൾ നമുക്കിതെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ആ സീസൺ വരുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് നല്ലതാണ്. ആയുർവേദിക് ഡോക്ടർമാർ പറയും സീസൺ വരുമ്പോൾ ആ സീസണിലൊക്കെ വന്ന് വാങ്ങി കഴിക്കണം. നമുക്ക് പറ്റുന്നതൊക്കെ വാങ്ങി കഴിക്കാം. ഓരോ സീസണൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോ സീസൺ വരുമ്പോഴല്ലേ കിട്ടുള്ളൂ. പിന്നൊക്കെ നമുക്ക് ഫ്രോസൺ അധികം കിട്ടുക. ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഇത് ആവിച്ചെമ്പിലേക്ക് വെക്കാം, സ്റ്റീമറിലേക്ക്. നല്ല ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇല ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ഇലയിലും ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇല വാട്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി വെന്ത് വരട്ടെ, നമുക്കിത് മൂടിക്കൊടുക്കാം. നമ്മൾ പുഴുങ്ങിയെടുത്ത അടയെല്ലാം ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. ഇപ്പോൾ നല്ല സീസൺ, നമുക്ക് വാങ്ങാനും കിട്ടും. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇഷ്ടപ്പെടും, അപ്പോൾ ലൈക്ക് ചെയ്യണേ. ഉണ്ടോ? ഇത് കുറച്ച് ചൂടുണ്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതാ നോക്കിയട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഉണ്ടാക്കി നോക്കണേ. ബൈ.